വണ്ടി കൈ കാണിച്ച് നിർത്തും. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇങ്ങനല്ല വണ്ടി നിർത്തണ്ടേ, വണ്ടി ഒതുക്കി നിർത്തണം. ഇതേ 2 വീലർ തന്നെയാണ്, പിന്നെ ഇത് ഓൾട്ടർ ചെയ്ത് ക്ലാസ് മാറ്റിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിക്കണം. മനസ്സിലായോ? പുറകിലിരിക്കുന്ന ആളും ധരിക്കണം, മുന്നിരിക്കുന്ന ആളും ധരിക്കണം. ഹെൽമെറ്റ് വെച്ചാൽ പോരാ, ഹെൽമെറ്റിൻ്റെ ചിൻ സ്ട്രാപ്പ് ഇടുകയും വേണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇത് സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാർക്കുള്ളതാണെന്ന് കരുതി നമ്മൾ അതിനകത്ത് ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫൈനൊന്നും ആകുന്നില്ല, ഇതൊരു ഉപദേശം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോൾ പോയാലും ഹെൽമെറ്റ് ധരിക്കണം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിചാരമുണ്ട്, ഞാൻ പയ്യെ ഓടിക്കത്തോളം. ഓക്കെ അല്ലേ? പയ്യെ ഓടിക്കത്തുള്ളൂ. ഇപ്പോൾ മാക്സിമം പോയിട്ട് 25 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കത്തുള്ളൂ, അപകടമൊന്നും ഉണ്ടാകില്ല. ഇതല്ലേ ധാരണ. പക്ഷേ നമ്മളുടെ ബാക്കിൽ ഒരു വാഹനം വരുന്നു, അതിനൊരു 100 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ ഈ വണ്ടി വന്ന് നമ്മളെ ഇടിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത എത്ര ആയിട്ട് മാറുമെന്ന് അറിയാം? 125 കിലോമീറ്ററായിട്ട് മാറും. അതുകൊണ്ട് ഡേഞ്ചറാണ്. നമ്മളെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിൽ നിന്ന് തെറിച്ച് പോകും. ആദ്യം തന്നെ ചെയ്യുന്നത് തലയായിരിക്കും ഇടിക്കുന്നത്. അപ്പോൾ നമ്മുടെ തല